സജേഷ്. ഹലോ സജേഷ് ഇലവന്തിട്ട. സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. സജീഷ് പ്രൊഫഷണൽ മെമ്മറി ആർട്ടിസ്റ്റ് ആണോ അതോ? അതെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഈ സജേഷ് ഒരു ഫൈറ്റർ ആണ്. ലൈഫിൽ തന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാണ് കഴിഞ്ഞാണ്. ഇപ്പൊ 3 വർഷമാവുന്നു കഴിഞ്ഞിട്ട്. എല്ലാം റെഡിയായോ? എല്ലാം റെഡിയായി. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതെ. എന്തൊക്കെയാണ് ചെയ്യണത്? ഞാൻ കുറച്ച് സ്റ്റാറാണ് ചെയ്യുന്നത്, കുറച്ച് താരങ്ങളുടെ ശബ്ദം. ഓക്കെ. ആദ്യം നമുക്ക് മുരളി ഗോപി, ഹരീഷ് പേരടിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനകത്ത് ഒന്ന് കാണാം. ഓക്കെ. സഖാവിന്റെ മകന്റെ ബെർമിംഗ്ഹാമിൽ കോഴ്സ് കഴിഞ്ഞു. പ്രധാന വിഷയങ്ങളുടെ പ്രകടനം മോശമാണെന്ന് രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ചീഫ് സഖാവിന് ഒരു കത്ത് അയച്ചിരുന്നു. 2009 സഖാവ് ലണ്ടനിൽ പോയി ബിഗ്മൻ കണ്ടു. ഡേവിഡിൽ ഷേക്സ്പിയറിന്റെ വീട് കണ്ടു. ഇതിനൊക്കെയുള്ള പണം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവിന് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, നീ എൻ്റെ അപ്പൻ ചാത്തൂനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എനക്കൊരു ഇളയപ്പനുണ്ടായിരുന്ന അമ്പു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നാ നീ കേൾക്കാത്ത കുറേയുണ്ട്. ചാത്തൂൻ്റെ അച്ഛൻ രാമൻ നായന്മാരുടെ പറമ്പിലെയും കണ്ടത്തിലെയും എല്ലാ മഴയും വെയിലും കൊണ്ടോ രാമൻ പണിക്ക് പോകുമ്പോൾ ചാത്തു അമ്പും കൂടെ ചെല്ലും. എന്തിന്? ഉച്ചക്ക് കുറെ കൊളുത്ത് കിട്ടും. എന്നാ തെങ്ങിന് തടം വെട്ടുമ്പം വേരൊന്ന് മുറിഞ്ഞാലോ വരമ്പൊന്ന് ചരിഞ്ഞാലോ അന്നുച്ചക്ക് കൊളുത്തില്ല. പിന്നെയോ പുള്ളിങ്കമ്പ് കൊണ്ടുള്ള അട്ടിയ. അന്ന് എവിടെ പണിന്ന് വെച്ച അവിടെ തന്നെ മണ്ണിലൊരു കുണ്ടുമാന്തി ഇലയിട്ട് 20 അടി ദൂരം മാറി നിൽക്കണം. കാൽപന്ത് കളി എനിക്ക് വലിയ ഇഷ്ടാ. ഇടതുകാല് കൊണ്ട് ഗോളടിക്കണമെങ്കിൽ വലതുകാലിൽ ഉറച്ചു നിൽക്കണം. കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് എന്നല്ല ലെഫ്റ്റ് എന്ന് പറഞ്ഞു വേണം പോകാൻ. ഒരു സിനിമ തന്നെ കാണാൻ പറഞ്ഞല്ലോ ഇപ്പം. ഇല്ലേ? ഫുൾ ഡയലോഗ് ഭയങ്കര രസമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അല്ല വേറെ കാര്യമുണ്ട്, അതിനെ എഴുതി ഡയലോഗ്സിന്റെ പവർ നോക്കി ഭയങ്കരം. അപ്പൊ അത് ഞങ്ങള് ബ്രേക്ക് പറഞ്ഞില്ലായിരുന്നു, ഞാൻ പടം മൊത്തം പറഞ്ഞു തീർച്ചാവും. അടിപൊളി. താങ്ക് യു. നെക്സ്റ്റ് സിദ്ദീഖ് സാറിന്റെ 2 വ്യത്യസ്ത ശബ്ദങ്ങൾ. നടൻ സിദ്ദീഖ് സാർ ആദ്യം അദ്ദേഹത്തിന്റെ ലേലം എന്ന ചിത്രത്തിലെ ഒരു സിൻഡി ഡയലോഗ്, അതിനുശേഷം അദ്ദേഹത്തിന്റെ പുതിയ കാല ശബ്ദം. ആദ്യം നമുക്ക് ലേലം എന്ന ചിത്രത്തിലെ ഡയലോഗുകൾ. ഒന്നുമില്ല ചായ, വെറുതെ ഓർത്ത് പോവാ ഓരോന്നും. എൻ്റെ ഉമ്മയുടെ മുഷിഞ്ഞ കാച്ചിയെടുത്ത് മുമ്പ് പിടിച്ച് ആദ്യമായി ഈ അന്നദാനപ്പുരയിൽ ഇലയുടെ മുന്നിൽ വന്നിരുന്ന ദിവസം, അന്ന് അപ്പച്ചൻ്റെ കൈവിരൽ തുമ്പി പിടിച്ച് ഇച്ചാനും വന്നിരുന്നു വിളമ്പിത്തരാൻ. കൂട്ടത്തിൽ ഇവനും അപ്പനും ഇല്ലാത്തവനാണെങ്കിലും ഇച്ചാൻ്റെ വാലിൽ തൂങ്ങി നടക്കുമ്പോൾ ഒരു കൂടപ്പിറപ്പിൻ്റെ ഗമയായിരുന്നു ഇവനും, അല്ലേടാ? ഇനി അദ്ദേഹത്തിൻ്റെ പുതിയ കാല ശബ്ദം. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ഏറ്റവും വലിയ ഹീറോ അതുങ്ങളുടെ അപ്പനാ. ഈ അപ്പനെ കണ്ടുപിടിക്കാൻ എല്ലാ കൊച്ചുങ്ങളും ആഗ്രഹിക്കിടുവേ. എൻ്റെ മൂത്ത മോൻ സണ്ണിയില്ലായോ, അവൻ്റെ ഒരു മൂത്ത മോളുണ്ടായിരുന്നു എനിക്ക്, സെലീന. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു, സ്കൂളിലെ കലോത്സവത്തിനും മണവാട്ടിയാകാൻ അവളെയാ തിരഞ്ഞെടുത്തേക്കുന്നതെന്ന്. അപ്പോൾ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചിലവിനൊക്കെ ആയിട്ട് ഒരു 10-300 രൂപ വേണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എടുത്ത വായലേ പറഞ്ഞു, കാശിലവില്ലാത്ത മണവാട്ടിയാകുവാണേ ആയ മതി എന്നും പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറേ കരഞ്ഞു. അവിടെ തള്ളയാവുന്നത് പറഞ്ഞു, കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾക്കൊരു 10-300 രൂപയും കൊടുത്തുകൂടെയെന്ന്. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കയറി വെച്ച് സ്കൂളിലും പോയില്ല. അവരെല്ലാം കൂടി അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കിൽ ആ ഓട്ടോറിക്ഷയിലൊരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം എൻ്റെ കൊച്ച് IC കിടന്നു. ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്നു. എൻ്റെ കൊച്ചൻ്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുക, പപ്പ ആ രൂപ തന്നിരുന്നെങ്കിൽ എനിക്കിത് വല്ലതും വരുമായിരുന്നു എന്ന്. അതും പറഞ്ഞിട്ട് എൻ്റെ കൊച്ചങ്ങ് പോയിടെ പോയി. ഇനി അടുത്തത് പ്രകാശ് രാജിന്റെ ശബ്ദം. நான் அடுத்த மாட்டேன் பாட்டேம்மா துக்கம் என் மனசுக்குள்ளே அவளை பட்ட கோபம் கலைச்சிடும். 10 கிலோ தங்கத்தை எடுத்துட்டு வச்சிருக்க வாங்குவேன். ஆனா என் செல்லத்தை மட்டும் தனலட்சுமி என் சாமிடா, அவளை ஊர்வலமா கூட்டு தேரடா நானா. செல்ல ஐ லவ் யூடா, ஐ லவ் யூ. അടുത്തത് കമൽഹാസൻ സാറിന്റെ ശബ്ദം. ഇത് സപ്പോർട്ട് ചെയ്യാൻ ഫിറോസിന്റെ സുഹൃത്ത് ഫിറോസ് കൂടെ. കൺമണി അൻപോട കാതലൻ நான் எழுதும் கடதாசி என கடதமே இருக்கட்டும் படி. கண்மணி அன்போட காதலன் நான் எழுதும் கடிதமே. பாட்டு ஒரு படிச்சிட்டியா? முதல்ல எழுதுகோ. பொன்மணி உன் வீட்டு சௌக்கியமா, நான் இங்க சௌக்கியம். பொன்மணி
உன் வீட்டு சௌக்கியமா நான் இங்க சௌக்கியமே. കവിത പ്രമാദം. കവിത എൻ മനസ്സിൽ അരുവി മാറിക്കൊട്ടത്. ആനാ എഴുതണം കണ്ണാലെ എടുത്ത് താം വാർത്തേ. உன்னை எண்ணி பார்க்கையில் மனசு குத்துது. അതേതാ? ஆனா எழுத நினைக்கையில் வார்த்தை முத்துது. அதேதான். ஆஹா, கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. ലാ 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 ലാ. பொன்மணி நீ அங்க சௌக்கியமா நான் இங்க சௌக்கியமே. கதை எழுதணுமா? இது காதல். என் காதல் என்னன்னு சொல்லாம எழுந்தேன். ஆனால் அது கூட வருது. ஆனால் நான் அழுது என் சோகம் உன்னை தாக்கிடுமா அப்படின்னு நினைக்கும் போது வருது, அழுது கூட நின்றுடுவேன். ഇത് മനതർ കാതലല്ലേ? താണ്ടി പുനിതമാനത്. മാനത് അടിപൊളി. Super. താങ്ക് യു ഫിറോസെ താങ്ക് യു. Thank you, ഫിറോസ്കാർ. നന്നായിരുന്നു. താങ്ക് യു താങ്ക് യു. ഭയങ്കര രസമുണ്ടായിരുന്നു. വോയിസ് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതെ നീ നന്നായിട്ട് പാടി ഫീമെയില്. Thank you, ഫിറോസ്കാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ സജീഷ്, ഇനി അടുത്തത് വിനയ് ഫോർട്ടിന്റെ ശബ്ദമാണ്. അദ്ദേഹം അയ്യപ്പനും കോശിയിലെ അല്ലേട്ടൻ പറഞ്ഞ ഡയലോഗ്, കുമ്മാട്ടി ആ ഡയലോഗ് എന്ന് പറഞ്ഞ അങ്ങനെ ഓക്കെ. ഈ കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ നീ? കുമ്മാട്ടി തൃശ്ശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂർ കുമ്മാട്ടി. പണ്ട് ജന്മിമാർ പാണ്ടികൾ ഇറക്കും കുമ്മാട്ടി കോലത്തില്. എതിർ നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള അർജൻ സഖാക്കളെ തീർക്കാൻ. 2 കുമ്മാട്ടി കഴിഞ്ഞു, കുറെ സഖാക്കൾ തീർന്നു. പക്ഷേ അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് 13 പാണ്ടികളാ. 13 പാണ്ടികൾ. ചെയ്തതാരാണെന്ന് പോലീസിന് പിടികിട്ടിയില്ല, പക്ഷേ പാർട്ടിക്ക് കിട്ടി. 25 വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടിക്കോലത്തിൽ കൊണ്ട് നിർത്തി MLA ചാക്കവ് മാഷിന്റെ മുൻപില്. മാഷവനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്തു നിൽപ്പാണ്. പക്ഷേ ഇനി നീ എന്ത് ചെയ്യുമ്പോഴും നിയമം വേണമെന്ന് പറഞ്ഞ് മാഷവനെ പിടിച്ചു പോലീസിൽ ചേർത്തു. മാഷ് പോലീസിൽ ചേർത്തു. താങ്ക് യു. അടിപൊളി. സൂപ്പർ സൂപ്പർ. ഇനി അടുത്തത് ആരെയാണ്? പിന്നെ ചെമ്പൻ വിനോദിന്റെ ഒരു സ്പോട്ട് ഡബ്. സ്പോട്ട് ഡബ്ബാണോ? സ്പോട്ട് ഡബ്. ഓക്കെ, സ്പോട്ട് ഡബിനുള്ള സ്പോട്ട് അത് പറഞ്ഞുതരും. ശരി, ഓക്കെ, അങ്ങോട്ട് ചെന്നോളൂ. മോനെ, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. അതിന് വാളും വെട്ടയായിട്ട് പുറത്തുനിന്ന് ആളെ ഇറക്കണുണ്ടല്ലോ, അതൊരുമാതിരി കോപ്പിലിടപെടാണ് കേട്ടോ. ഇനി ഒരു പെരുന്നാളിനും പുത്തമ്പള്ളി ജോസിന്റെ ഡാൻസ് ഉണ്ടാവില്ല. കൊന്നിട്ട് പോടാ പാറ്റികളെ. ഒരു പീടിയാടാ. നീ എൻ്റെ കൂടെ പോരണോണ്ടോടാ. നീയേ നമ്മുടെ തൃശ്ശൂർ വിലസണം കേട്ടോ. മറിയാനെ കെട്ടണം. അവളെ കെട്ടി പള്ളി വരാന്തയിലൂടെ നെഞ്ചും വിരിച്ച് നടക്കണം കേട്ടോടാ. പുറഞ്ചേ. ഓ സൂപ്പർ, അടിപൊളി. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. കിട്ടില്ല. താങ്ക് യു. ഗംഭീര ഗംഭീര അല്ലേ? അതില് ഇത് സത്യം പറഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇല്ല ഇല്ല, അല്ലേ? അതെ. ഒറിജിനൽ സിനിമയിലെ സീൻ അതാ അവര് ഡബ് ചെയ്തതാണെന്നേ തോന്നുള്ളൂ. അത്ര പെർഫെക്ഷൻ ആയിരുന്നു. താങ്ക് യു. ഗംഭീരമായിട്ടോ, ഒരു സ്ഥലത്ത് പോലും മിസ്സായിട്ടില്ല. താങ്ക് യു. കേട്ടോ, നല്ല നന്നായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. സൂപ്പർ. ജാഫ്രിക്ക അടിപൊളിയായത്. എന്താ പറയാ, അത് ഇത് കണ്ടതിന്റെ ഫീലിങ്സ് മാറിയില്ല. ആ ചെമ്പനുമായിട്ടുള്ള സീനില്ലേ, അത് വല്ലാത്തൊരു സീനാ. അത് വല്ലാതെ ഡബ് ചെയ്യുകയും ചെയ്തു. മൊത്തത്തിൽ അതിൻ്റെ ഒരു ഇതങ്ങ് കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. ശരി, ഓക്കെ. നന്നായിരുന്നു. താങ്ക് യു. ഫസ്റ്റ് ചെയ്തത് മുരളി ഗോപി. മുരളി ഗോപി ഗംഭീരമായിരുന്നു. ഹരീഷ് പാരഡി.
അതെല്ലാം അസാധ്യമായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ വിനയ് ഫോർട്ടിന്റെ ആണെങ്കിലും കമലഹാസൻ, പ്രകാശ് രാജ്, കമൽഹാസൻ, കമൽ സാറ്. ഇതെല്ലാം അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. പിന്നെ എനിക്കിപ്പോൾ ഈ സ്പോട്ട് ഡബില് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ, അതായത് ചെമ്പൻ വിനോദ് ചെയ്തിരിക്കുന്ന ആ മോഡുലേഷൻ കൃത്യമായിട്ട്, നിങ്ങളൊരു അസാധ്യ പെർഫോമറാണ്, ഗംഭീരമായിട്ടൊരു ആർട്ടിസ്റ്റ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതിൻ്റെ പേരിലാണ് ആ മോഡുലേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമല്ല, നിങ്ങൾ നല്ലൊരു നടനുണ്ട് നിങ്ങളിൽ. അപ്പോൾ